വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പം നമ്മളിതേ വീണ്ടും അടുത്തൊരു പാർക്കിലാണ് വന്നിരിക്കുന്നത്. പാർക്കിൻ്റെ പേരെന്തുവായിരുന്നു? പാർക്കിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ബോമേരീസ് പാർക്ക്. സത്യം പറഞ്ഞാൽ കറക്റ്റ് ആ പേരൊന്ന് വായിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. പേര് ഇംഗ്ലീഷ് നെയിം അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡ് അല്ല, പാർക്കിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഇപ്പം സമയം ദേ രാത്രി 8:30 മണി കഴിഞ്ഞിട്ടുണ്ട്. 8:30 മണിക്ക് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. 8:30 മണി ആയിട്ടുണ്ട്. പക്ഷേ 8:30 മണിക്കും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ. ഇരുട്ടായിട്ടേ ഇല്ല കണ്ടോ. ആൾക്കാരൊക്കെ ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. രാത്രി ആയിട്ടില്ലേ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനൊരു ലേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഏട്ടാ ഇത് ലേക്കല്ലേ? ആ, ചെറിയൊരു ലേക്കാണ്. ഇത് ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കൊള്ളാം കേട്ടോ കാണാനായിട്ട്. വേറെ ഇങ്ങനെ പച്ചപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇവിടുത്തെ പച്ചപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ആ, കുറച്ച് നടക്കാനുണ്ട്. നടക്കുമ്പോഴാണ് കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നിങ്ങളും കൂടെ വരട്ടെ. നമ്മളെ കൂടെ വന്നവർ, ഇത് നമ്മളെ കൂടെ വന്നവരാണ് കേട്ടോ. അതെന്താ വിളിക്കുന്നേ? ഇതിന്റെ വിളി കേൾക്കുമ്പോ പേടിയാവുമല്ലോ. വെളിച്ചം കുറവ് തന്നെയല്ലേ? വെളിച്ചം ഒരു ഇച്ചിരി കുറവ് തന്നെ കേട്ടോ. 9 മണി, 8:30 അല്ല കേട്ടോ, 9 മണി ആയിട്ടുണ്ട്. 9 മണിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. രാത്രി 9 മണിയാണ്. കാണുമ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് വൈകുന്നേരം വന്നണക്ക് തോന്നും, പക്ഷേ വൈകുന്നേരം അല്ല കേട്ടോ. രാത്രി 9 മണി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു പട്ടിയിലുണ്ട്. ഒരു ആൻറ്റി അല്ല, ഒരു ചേച്ചി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. ജാക്കറ്റ് ഇടാതെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇതുവരെയും പിടുത്തം കിട്ടിയില്ല കേട്ടോ. ഇവർ പറയുന്നത് ഇവിടെ സമ്മർ ടൈം തുടങ്ങിയിട്ടുണ്ടെന്നാണ്. പക്ഷേ എനിക്ക് കുറച്ച് നേരം ചൂടായിട്ട് തോന്നും. കുറേ നേരം കഴിയുമ്പോൾ ഭയങ്കര തണുപ്പാണ്. കുറേ നേരം കഴിയുമ്പോൾ ഭയങ്കര മഴയാണ്. ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം സൈഡിലായിട്ട് കണ്ടോ പക്ഷിക്കാഷ്ടങ്ങളാണ് കേട്ടോ. ആ കനേഡിയൻ ഗൂസിൻ്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് കേൾക്കുമ്പോൾ എന്ത് പേടിയാവുന്നു ഇതിന്റെ കൊച്ചി. അത് തന്നെയാണോ? ഇത് വേറെ കനേഡിയൻ ഗൂസ് ഡക്കിനെ പോലെയാണ് ഇരിക്കുന്നത്. എങ്ങനെയൊന്ന് വിളിച്ചോട്ടെ കൊണ്ടോ നിങ്ങള്? എനിക്കോ? എനിക്ക് നീന്താൻ അറിയത്തില്ല. ഏട്ടനറിയാലോ? എനിക്ക് മുങ്ങാൻ അറിയാം. എനിക്ക് നീന്താൻ അറിയാവുന്ന എനിക്ക് മുങ്ങാൻ അറിയാം. ചാത്താനെ മുങ്ങുന്നു. ഇതിങ്ങനെ അപ്പാർട്ട്മെന്റ്സ് ആണല്ലേ? അപ്പാർട്ട്മെന്റ്സ് ആണല്ലേ ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്സ്. നമ്മളിങ്ങനെ സംസാരിച്ച് പോവുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വെറുതെ വീട്ടിൽ പോയി കുത്തിയിരുന്ന് വോയിസ് ഓവർ കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ പറയട്ടെ. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നടക്കുന്ന രാത്രി 9 മണി നോട്ട് ദ പോയിന്റ് അല്ലേ ഏട്ടാ? അതാണ് പ്രത്യേകിച്ച് നോട്ട് ദ പോയിന്റ്. എനിക്കൊന്നും ഈ സമയമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. നമ്മൾ മാത്രമായിട്ട് നടക്കുന്നു കേട്ടോ. ബാക്ക് സൈഡിൽ കാണിച്ചു തരാം. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. അയ്യോ ആ കൊച്ചു ചവിട്ടി പോയേട്ടാ. ആ കൊച്ചു സർക്കസ് കാണിച്ചിട്ടാണ് വന്നത് കേട്ടോ. അത് എടുക്കാനായിട്ട് വന്നതാണ്. എനിക്കൊന്ന് വെളിച്ചം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഇരുട്ടായതുകൊണ്ടെന്നല്ല, ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെട്ടം കുറവാണെന്ന് തോന്നുന്നു. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മളെ നാട്ടിൽ ഒരു എത്ര മണിയായിട്ട് തോന്നുന്നു കേട്ടോ? ഒരു 5 മണിയല്ലേ ഏട്ടാ? ഒരു 5 മണിയൊക്കെ സമയം. ഇതല്ലേ? ഇത് കനേഡിയൻ ഗൂസാണ്. ഇത് അരയന്നോ അല്ലേ ഏട്ടാ? ആ എന്നിട്ട് ഇവിടെ മൊത്തം ഇതിൻ്റെയൊക്കെ അപ്പിയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആഴം കൂടിയ ഏരിയയിൽ നിന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കാനായിട്ടുള്ളൊരു സ്ഥലം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്.
ആന സത്യപ്പന എനിക്കിവിടെ വന്നപ്പോൾ അന്ന് എൽദുചേട്ടൻ്റെ അവിടെയൊക്കെ പോയത് എനിക്ക് ഓർമ്മ വന്നു. ഇതുപോലെ പുഴയിൽ പോരിലും പുഴയിലും ഒക്കെ പോയില്ല, അതും എനിക്ക് ഓർമ്മ വന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ബിൽഡിംഗ് ആണ്. ഇച്ചിരി സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും 11 മണി വരെ ഈ വെട്ടം ഇവിടെ ഉണ്ടാവും കേട്ടോ. 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് സൂര്യൻ പൂർണ്ണമായിട്ട് ഇവിടെ അസ്തമിക്കത്തുള്ളൂ. അപ്പോഴേ ഇരുട്ടാവുള്ളൂ. അതുവരെ വെളിച്ചം കാണും. ചെറിയൊരു മങ്ങലുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ബ്രൈറ്റ്നസ് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ നിറയെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇങ്ങനെ ചെറിയൊരു കാട് പോലെ നമ്മൾ ഇവിടെ നടന്നാലോ? ഇതുവഴി നടന്നു പോകാൻ പറ്റുമോ? മറിഞ്ഞങ്ങനെ വീണ പണി കിട്ടും. ഏതാണ് നമ്മളിങ്ങനെ നടന്ന് നടാം. എൻ്റെ തന്നെ ഇതൊന്നും പൊത്തു തുറന്നല്ലോ. എന്നെ ഇവിടെ കാനഡയെ കൊണ്ടുവന്ന് കൊല്ലാക്കൊല ചെയ്യുന്നേ. ഞാൻ പോലീസിനെ വിളിക്കാം. പിള്ളേരൊക്കെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകാനായിട്ട് ചിലപ്പോൾ തമ്മിൽ കറിയിട്ടുകളെ. അയ്യോ, ഈ കുറേ നടക്കാനുണ്ട് കേട്ടോ. വന്ന സമയത്ത് ഒരു ലേക്ക് മാത്രമേ കണ്ടോളൂ. അപ്പം ഞാൻ വിചാരിച്ചു അത് മാത്രമേ ഉള്ളൂ, വേറെ പച്ചപ്പും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ ഇങ്ങനെ നടക്കാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം വേറെ ആരും ഇല്ല കേട്ടോ. വന്നവരൊക്കെ പോയെന്ന് തോന്നുന്നു, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ സൈഡിലായിട്ട് പക്ഷേ നല്ല രസമുണ്ട്. ഇതുപോലെ ഉണ്ടോ ഇങ്ങനെ ഉരുളൻ കല്ലുകളുണ്ടല്ലോ, ആ കല്ലുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു വ്യൂ ആയിട്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ചെറിയ തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ ഒരു തണുപ്പും കാര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കാണാം തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ടൊക്കെ വീടാണ് കേട്ടോ, വീടോ അപ്പാർട്ട്മെൻറ്റ്സോ അങ്ങനെ എന്തോ കണ്ടേനെ കേട്ടോ. സൈഡിലായിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, കണ്ടോ ഇവിടെ ആയിട്ടുണ്ടോ ഇങ്ങനെ കുറച്ച് ഉണ്ട്. ഇങ്ങനത്തെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ ഓടിക്കുന്നവർക്ക് പിള്ളേർക്കൊക്കെ ഓടിച്ച് കളിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം കേട്ടോ. ഇങ്ങനെ കറങ്ങി കിടക്കുവാണ് സ്ഥലം. ഈ ബാക്ക് സൈഡിൽ കാണുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയാൻ വയ്യ. കാരണം വെയിൽ മാറിയിട്ടുണ്ടെന്നല്ല, സൂര്യൻ ഉദിച്ച് എന്തിനാ ഞാൻ പറയുന്നത്, സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം എത്ര മണിയായിട്ടുണ്ട്? എത്ര മണിയായിട്ടാ? കറക്റ്റ് എത്ര മണിയായി? എത്ര മണി? കുറേ താറാവുണ്ട് കേട്ടോ. താറാവും ഇതിൻ്റെ കൂടെ കൊച്ചുങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ല അടിപൊളിയായിട്ട് വീഡിയോയിൽ കിട്ടിയേനായിരുന്നല്ലേ. ഇതിപ്പോൾ മാത്രമായിട്ട് ഇങ്ങനെ പോകണം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ നേരത്തെ നമ്മൾ അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഇരുട്ടായത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇവ മാത്രമേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ കൊള്ളാം കേട്ടോ. ഇവിടെ നിന്നിങ്ങനെ ഇരിക്കാൻ ആൾക്കാർക്ക് ഇങ്ങനെ പോയി തുടങ്ങി കേട്ടോ. അപ്പോഴാണ് നമ്മളിവിടെ വന്നത്. സമയം 9:30 മണിയായിട്ടുണ്ട്, 9:20 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു വെട്ടത്തിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഇവിടെ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ നടന്ന് വരാം. പിന്നെ ഈ ലേക്ക് നിറയെ ഈ ഇടയ്ക്ക് നിങ്ങൾ ബഹളം കേൾക്കുന്നുണ്ടെങ്കിൽ അത് മറ്റേ കനേഡിയൻ ഗൂസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒച്ചത്തിലുള്ള വിളിയാണ് കേട്ടോ. എല്ലാം കൂടെ കൂട്ടത്തോടു കൂടി വിളിക്കുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ. ഏട്ടാ അങ്ങോട്ട് നടന്നിട്ട് വരാം, അങ്ങോട്ട് നടക്കാം, ബാ അങ്ങോട്ട് നടക്കാം ഏട്ടാ. അവിടെ ഞാൻ എവിടെ 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 ഏട്ടനെവിടെ വാ. എന്നെ സൈക്കിൾ ഇടിച്ച് വെള്ളത്തിൽ വന്നിട്ട് ഏട്ടാ വാ ഏട്ടാ. ഇതുവഴി ഏറി പോകാൻ പറ്റും, ഇതുവഴി ചാടി വരാം. എന്താ ഇവിടെ ഇങ്ങനൊരു വഴിയുണ്ട് കേട്ടോ. ആ വഴി ചാടിപ്പോന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ ഇതിൻ്റെ ഇവിടെയൊക്കെ തറയിലോട്ട് നോക്കിയാൽ പേടിയാവും കേട്ടോ. കാരണം തടിയാണ്, വെള്ളത്തിൻ്റെ മേലാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ പിടിച്ചേക്കുന്ന മരത്തിൽ വല്ല കായൊക്കെ ഇരുന്നെങ്കിൽ പിച്ച് തിന്നായിരുന്നു. എല്ലാ മരത്തിലും എന്തേലും കുഞ്ഞു കുഞ്ഞൊക്കെ. എനിക്കത് കാണുമ്പോൾ നാട്ടിൽ ചെറിയ മരമൊക്കെ ഓർമ്മ വരും കേട്ടോ. ഞാൻ ഇങ്ങനെ വന്നോട്ട് പറയണം അതിൽ വല്ലതും. അയ്യോ ഇതിലെന്തോ എഴുതി വെച്ചിട്ടുണ്ടേ. ഇരിക്കുന്ന ചെയറില്ലേ, ഇതാരോ സ്പോൺസർ ചെയ്തതാണ്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ലേക്കിൻ്റെ പേരെന്തുവായിരുന്നു? മാരീസ് പാർക്ക് ലേക്ക് അല്ലേ, പാർക്ക് ലേക്ക്. അപ്പോൾ
ഇങ്ങനെ ഇങ്ങനെ തടി വെച്ച് ഇങ്ങനെ കെട്ടിരിക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ കണ്ടോ. ഇതിൻ്റെ അടിയിൽ വെള്ളമാണ് കേട്ടോ. ഈ ലേക്കിൻ്റെ മേലാണ് ഈ തടിപ്പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ തടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് കാണാനായിട്ട് അടിപൊളി തന്നെ. ഈ ഒരു അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. കാണുന്നു എവിടെ എവിടെ. ഇവിടെയുള്ള ഡോഗ്സൊക്കെ നല്ല ഒബീഡിയൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളവരാണ് കേട്ടോ. അവരെ നമുക്ക് ഓണേഴ്സിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ട് തടവി കൊടുക്കുകയൊക്കെ ചെയ്യാം. കുരയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും എൻ്റെ റിക്കക്കുട്ടിനെ റോക്കിക്കുട്ടിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പോയ സമയത്ത് ഇവരുടെ ഈ ഒരു ഡോഗിനെ കണ്ടപ്പോൾ ഞാനും കുറേ നേരം നിന്ന് തടവി കൊടുത്തു, ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോഴപ്പോൾ എനിക്ക് ശരിക്കും റോക്കിക്കുട്ടിനെ മിസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അവസാനം ആ ആൻറ്റി എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുറേ സമയം അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞ് അവിടെ തന്നെ ഇങ്ങനെ നിന്നു കേട്ടോ. പെറ്റ്സിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ വന്നതാണ്, എനിക്കിങ്ങനെ പെറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കുറേ ചോദിച്ചു. ആ ആൻറ്റി ഉക്രൈനിൽ നിന്നുള്ളതാണ്. ഹസ്ബൻഡ് പ്രോപ്പർ കനേഡിയൻ ആണ് കേട്ടോ, അതായത് നേറ്റീവ് കനേഡിയൻ ആണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവിടെ പരിചയപ്പെടുന്ന വഴിയിൽ വെച്ച് കണ്ടൊക്കെ പരിചയപ്പെടുന്ന എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവരോട് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴത്തെ ലേക്കിൻ്റെ സെൻറ്ററിലായിട്ട് കൊക്കിനേക്കാളും അത്യാവശ്യം വലിയ സൈസിലൊരു പക്ഷിയായിട്ട്, അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒത്ത സെൻറ്ററിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് നടന്നപ്പോൾ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുൾ കനേഡിയൻ ഗൂസ് ആയിരുന്നു കേട്ടോ. അവർ ഫാമിലി ആയിട്ട് വസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കനേഡിയൻ ഗൂസിനെ ഞങ്ങൾ കണ്ടു കേട്ടോ. കൂട്ടത്തോടു കൂടി എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ആൾക്കാരും കൂടിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. കുറച്ച് ദൂരേക്ക് മാറി നിന്നുള്ള ഫോട്ടോസും വീഡിയോസും മാത്രം എടുത്താൽ മതി എന്ന് ഏട്ടൻ എൻ്റെ അടുത്ത് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഏട്ടന് പ്രീവിയസ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൊത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതേ ഒരു ഡോഗ് അതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ നമ്മൾ പാമ്പ് ചീറ്റുന്ന പോലെ ഒരു ചീറ്റൽ പെട്ടെന്ന് എല്ലാവരും പേടിച്ചിങ്ങനെ നോക്കിയപ്പോൾ ഇതേ ഒരു കനേഡിയൻ ഗൂസ് എന്താ പറയണേ, അതിനെ കൊത്താനായിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും പേടിച്ചു കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് എന്തായാലും അടുത്തോട്ട് ആരെങ്കിലും വരുമ്പോൾ ആക്രമിക്കാൻ വരുന്നു എന്നൊരു തോന്നൽ അതിന് വന്നാലോ. അതുകൊണ്ട് എല്ലാവരും ഒരു ഗ്യാപ്പ് എടുത്ത് പുറകിലേക്ക് നിന്നാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തത്. കാട്ടില് ആനയെ കാണാൻ പോയപ്പോഴാണ് അമ്മ പറയണം, ആന്റി ഇപ്പൊ ഒരു ആന വന്നാൽ ഞാൻ ഓടും, ആന്റി എന്തോ ചെയ്യും എന്നെ പറഞ്ഞ് പേടിപ്പിക്കില്ലായിരുന്നു. ഒരുപാടുണ്ട് കണ്ടുപിടിച്ചു കൊടുത്തു. നാളെ തൊട്ട് ഞാൻ ഇറങ്ങട്ടെ. ഞാൻ അന്നേ പറഞ്ഞ എന്റെ സോയിക്കൂട്ടം പോയപ്പോ ഇതുപോലെ എന്തെങ്കിലും ചെയ്യും. റിവാർഡ് വെച്ചാ ഞാൻ എന്നിട്ട് മച്ചീനെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിനെ തന്നെ കൊണ്ടുവരണം, വേറെ വല്ല പൂച്ചീനെ എടുത്തോണ്ട് വരല്ലേ. നടന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത നടത്തണം കേട്ടോ. നമ്മളിത് ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി വന്ന്, ഇതുവരെയും പാർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ. വെളിച്ചോറുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നേനെ കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിയ ഏരിയ ഉണ്ട്. വെള്ളക്കട
നടന്ന് നടന്ന് തളരുമ്പോൾ ഇരിക്കാനായിട്ടാണെന്ന് തോന്നുന്നു. സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ചെയേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏകദേശം അത്യാവശ്യം ആ ഒരു വലിയ റൗണ്ട് കറങ്ങി അടുത്ത് എത്താറായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ എത്താറായില്ലേ നമ്മൾ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? കുറേ കെട്ടിടങ്ങൾ കാണുന്നു. ഇതിൽ ഏത് സൈഡിലാണ് നമ്മൾ വന്നിറങ്ങിയത് നമുക്കൊരു ഐഡിയ ഇല്ല. അടുത്തെത്തിയപ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലായത് കേട്ടോ. അതിങ്ങനെ നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. 8:20 വന്ന് നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം അതേ സമയം 10 മണി കഴിഞ്ഞു. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു 6 മണി 6:30 അല്ലേ, ആ ഒരു ടൈമായി. അങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെയാണ്, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. സൂര്യൻ അസ്തമിച്ചു, പൂർണ്ണമായിട്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു 6:30 ആ ഒരു ടൈം അതുപോലെ തന്നെ. അപ്പോൾ എന്തുവാ, നടന്നിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ എത്തിയില്ല. ഇങ്ങനെ ഈ ഒരു ലേക്കിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് വഴി കിടക്കുന്നത്. നല്ല തണുപ്പുമുണ്ട് അല്ലേ. ഇത് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ചൂടേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഉരുളൻ കല്ലുകളാണ് കേട്ടോ. അയ്യോ, അതിൻ്റെ ഇടയിലൊക്കെ പോയി സത്യം പറഞ്ഞിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ഇവിടെ വരാം കേട്ടോ. അപ്പം നമുക്ക് ഞാൻ സാരി എടുത്തിട്ട് വന്നിട്ടേ കുറേ ഫോട്ടോസ് എടുക്കണം. അതാണ് ലക്ഷ്യം, കുറേ ഫോട്ടോസ് എടുക്കണം. ഞാൻ കുറേ സാരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് സമ്മർ ടൈമിൽ വേണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇതേ കൊച്ചു പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്. എനിക്കൊന്നും ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഈ വീഡിയോ പിന്നെ വൈൻഡപ്പ് ചെയ്തിട്ടാ ഇവിടെ എന്ത് ചെയ്തുകൊണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പകലൊരു ദിവസം കൂടി ഉറപ്പായിട്ടും ഫോട്ടോഷൂട്ടിന് ഇവിടെ വന്നിരിക്കും. അത്രയ്ക്കും നല്ല സ്ഥലം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ലേക്ക് കാണാനാണോ വന്നത് എന്നുള്ളൊരു പുച്ഛഭാവത്തിലായിരുന്നു. പക്ഷേ നടന്നിങ്ങനെ വന്നപ്പോൾ കൊള്ളാം. പ്രത്യേകിച്ച് ആ ലേക്കിൻ്റെ സൈഡിലായിട്ട് ഫുള്ള് ഈ കല്ലുകൾ, അതൊരു പ്രത്യേക ഭംഗി എന്നതിലൂടെ കാണാനായിട്ട്. അവസാനം നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അയ്യോ, അവസാനം എൻ്റെ എത്തിച്ചേർന്ന് കുറേ നേരമായിട്ട് നടക്കുന്നു. നമ്മൾ വന്ന വഴി, വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന വഴി ഏതെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവസാനത്തെ നമ്മൾ ആ ഒരു വഴിയിൽ എത്തിയേട്ടാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ വന്നിട്ട് ആ വഴി തന്നെ തിരിച്ചിങ്ങനെ പോകുമായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും റൊട്ടേഷൻ പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് തന്നെ നടന്നു. അവസാനം നമ്മൾ ഇറങ്ങിയ സ്ഥലത്തെത്തി കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ, ടേക്ക് കെയർ.